എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി ട്രിപ്പ് കംപ്ലീറ്റഡ് ആക്കി മോൾഡോവയിലെത്തിയിരിക്കുകയാണ്. മോൾഡോവയിലെത്തി. അവിടുത്തെ ബസ് കാർഡും വാങ്ങിച്ച് ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. അവിടെ ഫുഡ് കഴിക്കണം, ഉറങ്ങണം. കൂട്ടുകാരൻ ബിരിയാണി വാങ്ങിച്ച് സെറ്റാക്കി വെച്ചേക്കാന്ന് പറഞ്ഞ് അതും വാങ്ങിച്ച് വീട്ടിൽ പോയി തിന്ന് നല്ലൊരു ഉറക്കം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ എത്തിയിരിക്കുകയാണ് 10-12 ദിവസത്തെ ട്രിപ്പിന് ശേഷം. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് ഫ്രണ്ടിനോട് മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ക്ഷീണമുണ്ടോ? ക്ഷീണം ഇല്ല, പക്ഷെ ഇപ്പം ബാഗിന് കുറച്ചൊരു വെയിറ്റ് ഒക്കെ തോന്നിക്കുന്നതായിരിക്കും. അതിപ്പോൾ വീടെത്താൻ അതിനെ കൊണ്ടുള്ളതാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത്രയും ദിവസം വെയിറ്റ് ആണെങ്കിലും കഷ്ടപ്പെട്ടൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു സുഖമില്ലാത്ത സ്ഥലത്ത് പോവാം, ആ ഒരു എക്സൈറ്റ്മെന്റും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം പോയല്ലോ. ഇനിയിപ്പോ വെയിറ്റ് ഒക്കെ നല്ലപോലെ അറിയുന്നുണ്ട്. ഇത്രയും ദിവസം രാവിലെ എഴുന്നേക്കുക, ഏതെങ്കിലും സ്ഥലത്ത് പോവുക, അങ്ങനത്തെ പരിപാടിയായിരുന്നു. ഇനിയിപ്പോ നമ്മൾ അതിന് മുന്നേയും രാവിലെ എഴുന്നേക്കുക, ക്ലാസ്സിന് പോവുകയൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പം നമ്മൾ ചടച്ച് ഒക്കെയാ പോകുന്നത്. പക്ഷെ ഈ തവണ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയ സ്ഥലം കാണാനോ എന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് രാവിലെ ചാടി എഴുന്നേക്കും. ഇനിയിപ്പോ നമ്മള് രാവിലെ എഴുന്നേറ്റോട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി മുതൽ ഉച്ചയ്ക്കായിരിക്കും. ഇതാണ് നമ്മുടെ ഈഫിൾ ടവർ, നമ്മുടെ സ്വന്തം ഈഫിൾ ടവർ. ഇനിയിപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല കോമഡി. വെള്ളമില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് വെള്ളം വന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. കുറച്ച് മുട്ട വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മൗണ്ടൻ ഡ്യൂ ചിപ്സ്, മുട്ടയൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ കുറച്ച് പപ്പടം ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ പാഴ്സൽ വാങ്ങിച്ച ബിരിയാണിയുടെ കൂടെ കുറച്ച് പപ്പടവും മുട്ട വിഴുങ്ങിയതും കൂടെ ചേർത്ത് കഴിക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുട്ട തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് സെറ്റാക്കി എടുക്കുക. എങ്ങനെ സ്പീഡിൽ മുട്ടയുടെ തോട് കളയാന്നുള്ള ട്യൂട്ടോറിയലാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ മുട്ട സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പപ്പടം സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പപ്പടമൊക്കെ ഇവിടെ റയർ കൊമോഡിറ്റിയാണ്. അത് കാരണം നാട്ടിൽ നിന്നൊക്കെ വരുന്നത്, എന്താ പറയുക, ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ബിരിയാണിയും അതൊക്കെ വാങ്ങിച്ച് നൈസായിട്ട് അതിൻ്റെ കൂടെ തിന്നലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് എണ്ണ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അത് ചൂടാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അത്ര മെച്ചപ്പില്ല. നമ്മൾ നേരത്തെ ചിപ്സ് തന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ വാങ്ങിച്ച ബിരിയാണി ഒരെണ്ണം ഹാഫ് എടുത്ത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒന്ന് ഓവന് വെച്ച് ചൂടാക്കുന്നത് അതാണ് നമ്മുടെ അടുത്ത പരിപാടി. പപ്പടം അങ്ങനെ നമ്മുടെ ബിരിയാണി ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ബിരിയാണിക്ക് ഏകദേശം ഒരു എന്താ പറയുക 70 ലയാണ്, അതായത് 240 രൂപയാണ് നമ്മൾ നാട്ടിലെ ഒരു ബിരിയാണിക്ക് ഇവിടെ വരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. കാല് പിന്നെ സലാഡ് അവർ അതിൽ തന്നെ ഒഴിച്ച്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് അച്ചാർ ബാക്കിയിരിപ്പുണ്ട്, തീരാറായി. ഇനിയിപ്പോൾ എല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ഇന്നിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക, അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ബിരിയാണിക്കകത്ത് ഇപ്പോൾ എന്താ പറയുക 65ൻ്റെ പീസും ഉണ്ട്, അല്ലാതെ ഒരു എന്താ പറയുക ചിക്കൻ കാലും ഉണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് മുട്ടയൊക്കെ ഇട്ട് കഴിച്ചു നോക്കാം. കൊള്ളാം, ബിരിയാണി നല്ല രസമുണ്ട്. എന്താ പറയുക, കുറേ നേരം ഇരുന്ന് മസാലയൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ഇതേപോലെ എന്താ പറയുക എല്ലാ കടയിൽ ചെന്നാലും ഞാൻ മുട്ട ബിരിയാണിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിചാരം മുട്ട ബിരിയാണിയാണ് ഏറ്റവും നല്ല ബിരിയാണി എന്ന്. അപ്പോൾ എന്തായാലും ഇനി കഴിക്കുക, കിടന്നുറങ്ങുക, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും
പുതിയൊരു വീഡിയോ കാണാം.